പാഥേയത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ വന്നപ്പോഴാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം എന്നൊരു ആഗ്രഹം തോന്നിയത്. അപ്പം നേരെ വിട്ടു അഡ്വഞ്ചർ പാർക്കിലേക്ക്. അങ്ങനെ നമ്മളിതാ അഡ്വഞ്ചർ പാർക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ചധികം ദൂരം അകത്തേക്ക് നമുക്ക് പോകണം കേട്ടോ. അഡ്വഞ്ചർ പാർക്കിൽ എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു 1.5 കിലോമീറ്റർ മിച്ചം ഉണ്ടെന്ന് തോന്നുന്നു. കല്ല് പാകിയ വഴികളാണ്, പക്ഷേ ആ കല്ല് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതേ ഉള്ളൂ. കയറി കുറച്ചിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഓർത്താന്ന് ഇവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോയാലോ ഒന്ന്. പക്ഷേ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു 1 കിലോമീറ്റർ മിച്ചം അങ്ങോട്ട് പോകാനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് രഞ്ജിത്തേടും പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലവർ ഗാർഡൻ കൂടെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഈ നമ്മളിപ്പം അഡ്വഞ്ചർ പാർക്കിൽ എടുക്കുന്ന ടിക്കറ്റ് കൊണ്ട് അവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോകാനുണ്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക്. കല്ല് വിരിച്ച് കിടക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, ഇത് ഒത്തിരി കാലമായതുകൊണ്ടാണ് കിടക്കുന്നത്. ഈ കല്ലുകൾ മുഴുവൻ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊന്നും നന്നാക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിടേണ്ടതല്ലേ. ഈ കല്ലുകൊണ്ട് ഇത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വണ്ടി നമുക്ക് സ്പീഡിൽ ഓടിച്ച് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഈ പൊളിഞ്ഞ് കിടക്കുന്ന കല്ലുകളെല്ലാം എടുത്ത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടത് പ്രോപ്പറായിട്ടല്ലാത്തത് കൊണ്ടാണല്ലോ അത് പൊളിഞ്ഞു പോയത്. ഇവിടെ ഒരു ലേക്കുണ്ട്, പിന്നെ അങ്ങ് ദൂരെ ഒരു പാലം കൊണ്ട് അവിടെയൊക്കെ നമുക്ക് കയറാവുന്നതാണ്. ഈ ലേക്കിൽ ബോട്ട് സർവീസ് ഉണ്ട്, ബോട്ടിങ് നടത്താം നമുക്ക്. കുറേ അധികം അഡ്വഞ്ചർ ആക്ടിവിറ്റീസും നോർമലായിട്ടല്ല പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പാർക്കും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വണ്ടി കൊണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് അവിടെ വന്നൊരു സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് വണ്ടി അതുകൊണ്ട് വഴിയിൽ കൂടെ മുകളിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു. അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ അങ്ങോട്ട് അവിടെ പോകാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് കയറി കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ 2 സൈഡിലായിട്ടും ഇഷ്ടംപോലെ കടകൾ, ഹോട്ടലുകളുണ്ട്, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ വണ്ടിയൊക്കെ എന്തിനുള്ള സാധനമാണോ? ഇന്നിപ്പം പൊതുവെ ആൾ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പിള്ളേർക്കുള്ളൊരു പാർക്കുണ്ട്, അതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ചധികം പരിപാടികളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നും എല്ലാ ദിവസവും ഓപ്പൺ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പം ഇന്ന് അടച്ചിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ വരുന്ന ദിവസങ്ങളിലാണോ അത് തുറക്കുന്നത് എന്നുള്ളത് അറിയില്ല. എങ്ങോട്ടൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെയുള്ള എല്ലാ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇന്നൊരു ഇട ദിവസമാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം കുറേ പേരുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, പക്ഷേ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത് എന്നുള്ളത്. കുറേ അധികം പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും പിള്ളേർ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വാച്ച് ടവറിന് മുകളിൽ കയറാനായിട്ട് പോവുകയാണ്. ഒരു നല്ല ഉയരമുള്ളൊരു വാച്ച് ടവറാണ്. അതിന് മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. നമ്മളപ്പോൾ അതിൻ്റെ 2 നിലയിലോട്ട് കയറി. അപ്പം നമ്മൾ കാണാൻ വന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഇതാ അവിടെ അങ്ങ് ദൂരെ കാണാം. അപ്പോൾ എന്തായാലും അതിന് മുകളിലേക്ക് തന്നെ കയറാൻ തീരുമാനിച്ചു. ഇതിന് താഴെ ഇവിടെ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായില്ല. മൊത്തം ഇരുമ്പിൽ തീർത്തിരിക്കുന്ന ഒരു വാച്ച് ടവറാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ, വാവ്. അങ്ങ് ദൂരെ മൊത്തം കാണാം, പക്ഷെ അത് ഏത് സ്ഥലമാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതാ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. അതിനപ്പുറം ഒരു വാച്ച് ടവർ ഉണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് ആൾക്കാർ പോയി കാണുന്നില്ല. എന്താ രസമല്ലേ. ആ കാണുന്ന സൂയിസൈഡ് പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് ദൂരെ മല കാണുന്നത്. ആ മുകളിൽ കാണുന്ന റോഡ് വഴി നമുക്ക് നടന്ന് അങ്ങ് ദൂരെ വരെ പോകാൻ കൂട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ ഒരു പാലം കണ്ടില്ലേ, ആ പാലത്തിലേക്ക് അതിലൂടെയാണ് പോകുന്നത്. ഇതിലൂടെ ആൾക്കാരൊക്കെ കമ്പിയെ കൂടെ സൈക്കിളിൽ വിട്ടി പോകുന്നതുണ്ടോ. അങ്ങ് ദൂരെ അവിടെ ഒരു ഊഞ്ഞാൽ നമ്മൾ മാക്സിമം വലിച്ച് പൊക്കി നിർത്തിയിട്ട് ഒറ്റ വെടിയിലാണ്. ആ പോകുന്ന പോകെ നമ്മുടെ ചങ്കൊന്ന് കാളും. അതൊരു ഭയങ്കര ഫീല് തന്നെയാണ്. ഉണ്ടോ, അവർ കാറുന്നുണ്ട് കിടന്നിട്ട്. അധികം തിരക്കൊന്നുമില്ല അവിടെ. വേറെ ആൾക്കാരൊന്നും കയറാനായിട്ട് നിൽപ്പില്ല. 1-2 പേര് ഇവിടെ സൈക്കിൾ ചവിട്ടുന്നുണ്ട്, 2-3 പേര് അവിടെ ഊഞ്ഞാലിൽ കയറി ആടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ. പൊതുവെ തിരക്ക് കുറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. പിന്നെ അതും ഓരോരുത്തരും ഇന്ന് മഞ്ഞ് വലിയ കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എല്ലാം കോട കയറി നിറയുന്നതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇത്ര പ്രോപ്പറായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അങ്ങ് ദൂരെ വെയിൽ തെളിഞ്ഞ് കിടക്കുന്നുണ്ടോ. എന്താ ഭംഗിയില്ലേ. മലനിരകൾ മൊത്തം നന്നായിട്ട് കാണാം.
ഇതാണ് നമ്മൾ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ. നമ്മൾ ആ താഴത്തെ ഗ്രൗണ്ട് വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. കോട കയറാൻ തുടങ്ങി. ആ ഗ്ലാസ് ബ്രിഡ്ജ് മൊത്തം മഞ്ഞ് കയറി മറയുന്നതുണ്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിയ ഒരു വെള്ള കളറ് മാത്രമേ കാണാനുണ്ടാവുള്ളൂ. ഇവിടെ നിമിഷ നേരം കൊണ്ടാണ് കേട്ടോ ഈ മഞ്ഞ് കയറി വരുന്നത്. നമ്മൾ വന്നപ്പോൾ കണ്ടോ ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എന്നെ ക്ലിയറായിട്ട് കാണാമായിരുന്നു. നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞ് കാണാമായിരുന്നു ആ ഏരിയ ഫുള്ള്. ഇപ്പം അവിടെ മൊത്തം കോട കയറി. കോട വരും, നിമിഷ നേരം കൊണ്ട് അത് മാഞ്ഞു പോകും, വീണ്ടും വരും. അങ്ങനെയാണ്. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ കോട കയറുന്നുണ്ടെങ്കിലും താഴെ കണ്ടോ നല്ല വെയിലാണ് അവിടെ. അതിൻ്റെ താഴെ അങ്ങ് താഴെ ഒരു വീട് കാണാവേ. ആ കാണുന്നത് സൂയിസൈഡ് പോയിന്റിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. മൊത്തം കോട കയറി. ഈ മഞ്ഞിങ്ങനെ കയറി വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. നല്ല തണുത്ത കാറ്റും കൂടെ ആണെങ്കിൽ വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കാൻ എന്താ രസമെന്നറിയോ. രഞ്ജിത്തേട്ടനൊക്കെ മഞ്ഞിൻ്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് ദൂരെ എന്നാലും വെയിലുണ്ട് കേട്ടോ. എന്നാൽ കോട കുറച്ചിറങ്ങിയേ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കാണാം. പക്ഷേ ഇപ്പോൾ കയറി വരുന്നുണ്ട്. ഇപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ അത് മൂടിപ്പോവും. അപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി നിൽക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി നിന്ന് മഞ്ഞിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന കമ്പനിയും ആ കമ്പനി സബ് കൊടുത്തിരിക്കുന്ന വേറൊരു കമ്പനിയും തമ്മിലുള്ള എന്തൊക്കെയോ തർക്കങ്ങൾ മൂലമാണ് ഇതിപ്പോൾ തുറക്കാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ തമ്മിൽ നടത്തിപ്പിനെ ചൊല്ലി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് കുറേ നാളുകളായിട്ട് ക്ലോസ്ഡ് ആണ്. എന്നാലും ഞങ്ങളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതിന് മുകളിൽ ഇങ്ങനെ ആ മഞ്ഞ് കയറി വരുന്നതും കണ്ട് ഇങ്ങനെ നിൽക്കാൻ എന്താ രസമെന്നറിയോ. നല്ല തണുത്ത കാറ്റ്, മഞ്ഞ്. വാവ്. ഈ വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ് കേട്ടോ. നിങ്ങളിവിടെ വരുമ്പോൾ വേറെ എവിടെയെങ്കിലും കയറി ഇല്ലെങ്കിൽ പോലും ഈ വാച്ച് ടവറിന് ഏറ്റവും മുകളിൽ കയറി കുറേ സമയം സ്പെൻഡ് ചെയ്യുക വർത്താണ്. കണ്ടോ കോട കയറി വരുമ്പോൾ കണ്ടോ ഒരു വെള്ള കളർ മാത്രമേ കാണാനുള്ളൂ. നമ്മളിപ്പോൾ ആ റോഡും ആ ഗ്ലാസ് ബ്രിഡ്ജും ഒന്നും അവിടെ കാണാൻ പറ്റത്തില്ല. താഴോട്ട് നോക്കിയാൽ വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതല്ല വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. കണ്ടോ താഴോട്ട് നോക്കിയാൽ മൊത്തം വെള്ള കളർ, ഒന്നും കാണാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നിന്നിട്ട് താഴെ ഒന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്കൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. ഈ താഴെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ വണ്ടി നമ്മുടെ ഇങ്ങോട്ട് കയറ്റി വിടാതിരുന്നതെന്ന് മനസ്സിലായല്ലോ. അവിടെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിട്ടില്ല. അവിടെ താഴെ ഇട്ടോളാൻ പറഞ്ഞു. ചിലപ്പോൾ താഴെ ഇട്ട് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റി വിടാനാണോ എന്നുള്ളത് അറിയില്ല. ഇവിടെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്ത് പകുതിയും ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ആ വാച്ച് ടവറിലാണ് നമ്മളിപ്പോൾ കയറി നിന്നത്. അവിടെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. മുമ്പേ ഊഞ്ഞാൽ കണ്ട സ്ഥലമാണ് ഇത്. ഈ കാണുന്നതാണ് ഊഞ്ഞാൽ. ഇതിലൂടെ നടന്നു പോയിട്ട് നമ്മൾ കയറി വന്നപ്പോൾ ഒരു പാലം കണ്ടില്ലേ, അവിടെ കയറാം. പിന്നെ ഇവിടെ ഇടതുവശത്തായിട്ടൊരു കുന്നുണ്ട്, അതിന് മുകളിൽ കയറാം. ഇതാണ് നമ്മൾ കയറാനായിട്ട് വന്ന ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ അവിടെ കയറാൻ പറ്റത്തില്ല. അത് ക്ലോസ്ഡ് ആണ്. ഇത് ഊഞ്ഞാലാടുന്ന സ്ഥലമാണ്. അങ്ങ് ദൂരെ കാണുന്നുണ്ട്. ആ വാച്ച് ടവറിലാണ് നമ്മളിപ്പോൾ കയറിയത്. എന്നിട്ട് നമ്മളിത് അതിലൂടെ കയറി വന്നു. ഇപ്പം എന്തായാലും ആ റോഡിലേക്കൂടെ നടന്നു പോകുമ്പോഴേ ഇടതുവശത്ത് ഒരു കുന്നിന് മുകളിലേക്ക് കുറേ ആൾക്കാർ കയറി പോകുന്നുണ്ട്. നമ്മളവിടെ കയറാമെന്ന് വെച്ചു. നല്ല കാറ്റാണ് കേട്ടോ. കാറ്റും മഞ്ഞും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നിമിഷ നേരം കൊണ്ട് കോട കയറി വരും, നിമിഷ നേരം കൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു ടൈമിങ്. നമ്മളിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കോട കൂടുതൽ. കണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ടോ. നല്ല കാറ്റുമുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 360 വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കോട കാരണം അങ്ങ് ദൂരെ ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിൽ ഇതാണ് ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച. അത് ഗ്ലാസ് ബ്രിഡ്ജ്. അങ്ങ് ദൂരെ നമ്മളിപ്പോൾ കയറിയ വാച്ച് ടവർ. ഇതിന് മുകളിൽ ഈ കുന്നിന് മുകളിൽ നിൽക്കുമ്പോൾ 360 വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ പേര് അവിടെ പാട്ടൊക്കെ വെച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ.
ഒരു വൈബാണ് കേട്ടോ, ഒരു പ്രത്യേക ഫീലാണ് ഇതിന് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. കാറ്റൊക്കെ അടിച്ച് നമ്മളിവിടെ വന്നിരുന്നാൽ ഇവിടെ ഇരുന്ന് പോകും, കുറേ സമയം ഇവിടെ ഇരിക്കാൻ പറ്റും നമുക്ക്. കോട ഇങ്ങനെ അങ്ങൊന്ന് കയറി വരുന്നതുണ്ടോ. താഴത്തെ വഴിക്കൂടെയാണ് നമ്മൾ കയറി വന്നത്. ആ റോഡാണ് അങ്ങനെ അത് നീളത്തിൽ താഴെ കാണുന്നത്. അതുകൊണ്ട് ആ വഴിക്കൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് കയറി വന്നത്. ഇതിലൂടെ കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ആ പാലത്തേക്കൂടെ കയറി പോവാം. എനിക്കൊന്ന് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്ഥലം ഇതാണെന്ന് തോന്നുന്നത്. ശരിക്കും ആൾക്കാർ ഇതിന് മുകളിലേക്ക് ബൈക്കൊക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. വീൽപ്പാട് നമുക്ക് കാണാം. നിങ്ങൾക്ക് പെർമിഷൻ ഉള്ളതാണോ ഇല്ലയോ എന്നറിയത്തില്ല. അല്ല, പെർമിഷൻ ഉള്ള അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സെക്യൂരിറ്റീസൊക്കെ ഇവിടെ ഉള്ളതാണല്ലോ, അവർ നോ പറയേണ്ടതല്ലേ എന്തായാലും ആൾക്കാർ വണ്ടി ഇതിന് മുകളിൽ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഇവിടെ വട്ടം കറക്കുകയും കയറി വന്ന പാടൊക്കെ കാണാം. ഇതാണ് ആ പാലമേ. അതിലൂടെ നമുക്ക് നടന്നിറങ്ങി താഴെ പോയി ആ പാലത്തെ വേണമെങ്കിൽ കയറാം. ഫോട്ടോ എടുക്കാൻ സൂപ്പറാണ് കേട്ടോ. ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കാൻ വരുന്നവർക്ക് സെറ്റപ്പാണ്. നല്ല ഫ്രെയിമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. നമ്മൾ തിരിച്ചിങ്ങനെ വന്ന സമയത്ത് മൊട്ടക്കുന്നിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടു. അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി, ഒരു മല കയറിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം. ആ മോളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വാഗമണിൽ ഇങ്ങനെ ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നമ്മൾ നോക്കിയാലും ഏത് കുന്നും മലയും മുഴുവൻ വെട്ടി നിരത്തിയിട്ട് അവിടെ എല്ലാം കെട്ടിടങ്ങളായിരിക്കും. ഇവിടെ മാത്രം അങ്ങനെ ഒരു സംഭവം കാണുന്നില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ മലയുടെ മുകളിൽ കൂടെ റോഡ് വെട്ടി അതിന് മുകളിൽ റിസോർട്ട് കാണും. ഇവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ആ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ആ മലനിരകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ. ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും പാതകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാകുകയാണെന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ അഡ്വഞ്ചർ പാതക്കിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയതാണ്, പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ നടന്നില്ല. അപ്പോൾ എന്തായാലും ഇനി അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.